കുറച്ച് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ വാർത്തകളിൽ ഒന്നാണ് ധർമ്മസ്ഥലയിൽ 100-ലധികം പേരെ കൊന്നു കുഴിച്ചിട്ടു എന്ന വാർത്ത. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായി. ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് പരിശോധനകൾ നടക്കുകയാണ് സ്ഥലത്ത്. ഈ ധർമ്മസ്ഥലയിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച 6ാമത്തെ പോയിന്റിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതിന്റെ വാർത്തയാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്നത്. കുഴിയിൽ കൂടുതൽ തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. ഇനി 8 പോയിന്റുകളാണ് പരിശോധിക്കാനുള്ളത്. സാരംഗ് സുരേഷ് വിശദവിവരങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗ്, ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും 5 പോയിന്റുകൾ കുഴിച്ച് പരിശോധിച്ചിട്ടും മൃതദേഹ ഭാഗങ്ങൾ, അസ്ഥികൂടത്തിന്റെ അംശമൊന്നും കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ധർമ്മസ്ഥലയിൽ അസ്ഥികൂടം ലഭ്യമായി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. സാരംഗ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അതേ മോത്തി, കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പരിശോധനയ്ക്ക് ഇപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 തൊട്ട് 5 വരെയുള്ള കുഴികളിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ പരിശോധന ആരംഭിച്ച 6ാമത്തെ കുഴിയിൽ നിന്ന് കൃത്യമായി ഭാഗികമായുള്ള മനുഷ്യന്റെ ഒരു അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾക്ക് ആ ഒരു പ്രദേശം നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പ്രദേശത്ത് പോലീസുകാരടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, തൊഴിലാളികളുണ്ട്, സാക്ഷിയുണ്ട്. തൊട്ടടുത്ത് നമുക്കൊരു പമ്പ് സെറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴിയിൽ നിന്നൊക്കെ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ള ഒരു തീരുമാനമൊക്കെ തന്നെ നേരത്തെ SITയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. ഈ നിഗൂഢതകൾ നിറഞ്ഞ ധർമ്മസ്ഥലയിലെ നിരവധിയായ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ആ ഒരു കാര്യത്തിന് ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥിരീകരണം വരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നു. ദൃക്സാക്ഷി, ആ മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ നൽകിയ ആ ഒരു മൊഴിക്ക് ഇപ്പോൾ ബലം വരുന്നു. അന്വേഷണ സംഘത്തിന് പുതിയ ഒരു ഊർജ്ജം കൈവരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനകളുടെ സമയമാണ്. ഇപ്പോൾ ബെൽത്തങ്ങാടി, ധർമ്മസ്ഥല, അതുപോലെ പോയിന്റുകൾ ഇതിനോടകം കുഴിച്ചു പരിശോധിച്ചു. എത്രാമത്തെ സ്ഥലത്ത് നിന്നാണ് ഈ അസ്ഥികൂടം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? ഇനി എത്ര സ്ഥലങ്ങൾ കൂടി ഈ മൊഴി അനുസരിച്ച് പരിശോധിക്കാനുണ്ട്? മൊത്തത്തിൽ 13 പോയിന്റുകളാണ് ഈ ദൃക്സാക്ഷി SIT സംഘത്തിന് മുൻപിൽ തുറന്നു കാണിച്ചത്. അവിടെയാണ് പിന്നീട് മാർക്ക് ചെയ്ത പരിശോധനകൾ ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് വരെ 1 മുതൽ 5 വരെയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു. ചിലയിടങ്ങളിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് കുഴിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു. അതല്ലാതെ ആദ്യത്തെയും 2ാമത്തെയും പോയിന്റുകളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഒന്നും കിട്ടിയില്ല. ഫലപ്രദമായ തെരച്ചിൽ നടത്തിയെങ്കിലും, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇന്ന് 6ാമത്തെ കേന്ദ്രത്തിലേക്ക് അവർ നേരെ പോകുന്നു, അവിടെ പരിശോധന നടത്തുന്നു. അതിനു മുൻപ് തന്നെ ഒരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തൊഴിലാളികൾ അവിടെ കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഭാഗികമായ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായ അവിടെ തന്നെ നിന്ന് പോലും ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ഫോറൻസിക് വിദഗ്ധന്മാർ ആ സംഘത്തിലുണ്ട്. ഇനി മറ്റേതെങ്കിലും ഫോറൻസിക് ലാബുകളിലേക്ക് കൊടുത്തയക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ ജൂലൈ മാസത്തിന്റെ തുടക്കം തൊട്ട് ഉയർന്നു വന്ന ആ ഒരു വിവാദത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാട് മുഴുവൻ ഞെട്ടിയ ആ ഒരു വെളിപ്പെടുത്തലിന് ഇപ്പോൾ കൃത്യമായ ഒരു തെളിവുണ്ടാവുന്നു. ആ തെളിവ് ഇപ്പോൾ ഏറ്റവും നിർണായകമായി മാറുന്നു എന്ന് തന്നെയാണ്. ഇനി 7 മുതലുള്ള അധികം പോയിന്റുകളിലേക്ക്, 7 മുതൽ 13 വരെയുള്ള പോയിന്റുകൾ തിരച്ചിൽ നടത്തേണ്ടതായുണ്ട്. ഇപ്പോൾ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഏറ്റവും നിർണായകമായ, ഇപ്പോൾ ഈ ദൃക്സാക്ഷി നൽകിയ മൊഴിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടിയത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട്. മോത്തി, ഇനി ഇത്തരത്തിൽ ഇവിടെ മിസ്സിംഗ് ആയ ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ തുടക്കത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആരോപണം മാത്രമാണ്, ഈ കാര്യത്തിൽ കഴമ്പില്ല, അങ്ങനെ തുടങ്ങിയ പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അസ്ഥികൂടം ലഭ്യമായ സ്ഥിതിക്ക് പ്രതിഷേധക്കാരുടെ അവസ്ഥ എന്ത്? അവരെന്തെങ്കിലും കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ? പ്രതിഷേധമുണ്ടോ ഇപ്പോൾ? മോത്തി, നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെ നമ്മളോട് സംസാരിച്ച സമയത്ത് അവർക്ക് SITയിൽ വലിയ വിശ്വാസമുണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടെ ഒരു നീല ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്പസമയത്തിനകം തന്നെ ഇത് ലാബുകളിലേക്ക് എത്തിക്കും. ഒരു പക്ഷേ ഹുബ്ബള്ളിയിലേക്കോ അല്ലെങ്കിൽ മംഗളൂരുവിലെയോ ഉള്ള ഫോറൻസിക് ലാബിലേക്കായിരിക്കാം ഒരു പക്ഷേ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ക്യാമ്പ്, ബെൽത്തങ്ങടിയിൽ തന്നെ ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരുപക്ഷെ ഇത്തരത്തിലൊരു താൽക്കാലികമായ ഒരു ലാബ് സജ്ജീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിശോധനയിലെ ഭാഗങ്ങൾ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ് മാത്രമാണോ ഇന്ന് ചെയ്യുക, അതോ തുടർ പരിശോധനകൾ, വീണ്ടും മറ്റു പോയിന്റുകൾ കുഴിച്ചുള്ള പരിശോധനകൾ സമാന്തരമായി തുടരുമോ?
സമാന്തരമായ എന്തായാലും അന്വേഷണം തുടരുമെന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും ദിവസം ഈ കാട്ടിനകത്ത് ഈ മഴയും വെയിലും കൊണ്ട് നടത്തിയ പരിശോധനയ്ക്ക് ഇപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടായി തുടങ്ങുന്നു. ഇനി കൂടുതൽ പോയിന്റുകളിലേക്ക് പോകുന്നതിന് ഇവർക്ക് ഈ സംഘത്തിന് ഇനി കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിലുള്ള ഒരു തെളിവ് തന്നെയാണ് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്. ഇനി ഒരുപക്ഷെ ഒരു സംഘം പോലീസുകാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഈ അസ്ഥിപഞ്ജരവുമായി പുറത്തേക്ക് ലാബിലേക്ക് പോവുകയാണെങ്കിലും മറ്റുള്ള സംഘം ഇവിടെ തിരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഇനി എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വലിയ വെളിപ്പെടുത്തലിന് ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു.